ആഴ്സണൽ 2 ഫുള്ളം 1. അത് എന്തായാലും വല്ലാത്തൊരു ടെൻസ് ഗെയിം തന്നെയായിരുന്നു. പക്ഷെ എങ്ങനെ പോയാലും ജയിച്ചു. 3 points, അതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. അപ്പോൾ 4 കളി 4 ജയം, നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ്. അപ്പോൾ ലൈനപ്പ് വന്നു, അതിൽ 2 ചേഞ്ചസ് ഉണ്ടായിരുന്നു. തോമസ് പാർട്ടി എന്തോ ഇഞ്ചറി, വീണ്ടും മൂപ്പരൊന്ന് കളിച്ച് വരും, ടീമൊന്ന് സെറ്റായി വരും, അപ്പോൾ എന്തോ ഇഞ്ചറി. അത്ലറ്റിക്കോയിൽ ഒരു ഇഞ്ചറി ഇല്ലാത്ത മനുഷ്യനായിരുന്നു, ഇവിടെ വന്നിട്ട് കുറേ ആയി ഇപ്പോൾ ഇഞ്ചേർഡ് ആവുന്നു. അപ്പോൾ പാർട്ടി പോയ ആ പൊസിഷനിലേക്ക് പിന്നെ എൽനനിയാണ്. എൽനനി ഒരു മോശം പ്ലെയർ ഒന്നുമല്ല, പക്ഷെ ഭയങ്കര ഡീസൻറ്റ് പ്ലെയറാണ്. ആ പാർട്ടി ലെവലിൽ നിന്ന് പക്ഷെ ഭയങ്കര ഡ്രോപ്പ് ഓഫ് കുറച്ച് അധികമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ആ പൊസിഷനിലൊരു നല്ലൊരു ബാക്കപ്പ് സൈനും കൂടി വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും. അത് പോട്ടെ. പിന്നെ സിൻചെങ്കോ അതേ ഒരു ഇഞ്ചറി. സോ കീറൻ ടിയർനി ആണ് ലൈനപ്പിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അതായിരുന്നു, ബാക്കിയെല്ലാം സെയിം ആയിരുന്നു. ബാക്കി ദ ടീം വാസ് സെയിം. ആൻഡ് കളി തുടങ്ങി, ആഴ്സണൽ നല്ല രീതിയിൽ തന്നെ കളിച്ചു തുടങ്ങി. ആ ചേഞ്ചസ് വരുത്തിയത് കൊണ്ട് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഫ്ലൂയിഡ് നേച്ചർ ആ ബിൽഡപ്പിലൊക്കെ കുറച്ചൊന്ന് മിസ്സിങ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ. ആൻഡ് ഈ സിൻചെങ്കോ മിഡ്ഫീൽഡിലേക്ക് വരുന്നതിന് പകരം ടിയേർണി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അതേപോലെ പാർട്ടി ഇല്ലാത്തത് നമുക്ക് കാണാൻ പറ്റി ഫസ്റ്റ് ഹാഫിൽ. അത്ര ഒരു ഫ്ലൂയിഡ് ആയിരുന്നില്ല, എന്നിരുന്നാലും നല്ല ഫുട്ബോൾ തന്നെയാണ് കളിച്ചത്. ഫസ്റ്റ് ഹാഫ് നല്ലോണം ഡോമിനേറ്റ് ചെയ്തു. അത്യാവശ്യം കുറച്ച് ഹാഫ് ചാൻസസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആ ഫിനിഷിങ് ഉണ്ടായില്ല, പക്ഷേ നല്ല കുറച്ച് നല്ല ഫുട്ബോൾ കാണാൻ സാധിച്ചു നമുക്ക്. നല്ല പാറ്റേൺസ് ഓഫ് പ്ലേ കാണാൻ സാധിച്ചു, നല്ല അറ്റാക്കിങ് മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചു. പക്ഷെ ആ ഫൈനൽ പീസ്, ആ ഒരു ഗോൾ വന്നില്ല. നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കളിച്ചു പോയി. പിന്നെ എന്താ പറഞ്ഞു വെച്ചാൽ, അപ്പോൾ നമ്മൾ കാണുമ്പോൾ എന്താ പേഷ്യൻ്റായി ഇരുന്നാൽ സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ വീഴും. കുറച്ചും കൂടി ഒന്ന് ആ മൊമെൻറ്റം ബിൽഡ് ചെയ്ത് കൊണ്ടുപോയാൽ സെക്കൻഡ് ഹാഫിൽ എന്തായാലും ഗോൾ വീഴും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എനിക്ക് തോന്നി ഫസ്റ്റ് ഹാഫിലത്തെ കളി. ഫസ്റ്റ് ഹാഫിൽ ഗോൾ മാത്രം വന്നില്ല, പക്ഷെ കളി ബിൽഡപ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ആ 2 ചേഞ്ചസ് വന്നപ്പോൾ ടീമിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ കുറച്ചൊരു മാറ്റം വന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് കാരണം പിന്നെ ഫിനിഷിങ് അങ്ങോട്ട് കറക്റ്റ് ആയില്ല എന്നൊക്കെ തോന്നി. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി. ഗബ്രിയലിൻ്റെ ഒരു വല്ലാത്ത മിസ്റ്റേക്ക് ആയിപ്പോയി. ഞാൻ മുന്നേ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഗബ്രിയൽ ബോളിൽ വല്ലാതെ ചില സമയത്ത് ഹോൾഡ് ചെയ്യണത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പാസ് കുറച്ചും കൂടി വേഗം റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ അണ്ടർ പ്രഷർ ആണെങ്കിൽ ക്ലിയർ ചെയ്യാമല്ലോ. സോ അതൊന്നും ചെയ്തില്ല. എപ്പോഴത്തേം പോലെ ആ ബോഡി കൊണ്ട് ഷീൽഡ് ചെയ്യാൻ നോക്കി, പക്ഷെ മിട്രോവിച്ചാണ് ബോഡി കൊണ്ട് ഷീൽഡ് ചെയ്തൊരു ഫൗള് വാങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു. കൺട്രോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതാണ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ മിട്രോവിച്ച് ഭയങ്കര ക്ലെവറായിട്ട്, മിട്രോവിച്ച് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അടിപൊളിയായിട്ട് കളിച്ചു എന്ന് എനിക്ക് തോന്നി. അവരുടെ ഒരു ഫോക്കൽ പോയിൻ്റായിട്ട്, ഫുള്ളാമിൻ്റെ അറ്റാക്കിൻ്റെ ഒരു ഫോക്കൽ പോയിൻ്റായിട്ട്, നല്ല ഫിസിക്കലായിട്ട് മാത്രമല്ല നല്ല ഗുഡ് ഫസ്റ്റ് ടച്ച് ഉണ്ടായിരുന്നു. പന്ത് കൺട്രോൾ ചെയ്ത് ലേ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ബാക്കി പ്ലെയേഴ്സിന് പാസ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആ അറ്റാക്ക് അങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ അദ്ദേഹം നല്ല രീതിയിൽ, ഫുള്ളാം എപ്പോഴൊക്കെ അറ്റാക്ക് ചെയ്തോ, ബോൾ എപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിയോ അത് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തിട്ട്, ആ ഡിഫൻഡേഴ്സിൻ്റെ പ്രഷറിന് ഹോൾഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ റിലീസ് ചെയ്ത് കൊടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മിട്രോവിച്ച് ഡിസ്പോസസ് ചെയ്തു, പന്തെടുത്തു, നല്ലൊരു ഫിനിഷായിരുന്നു. സോ അവർ സെക്കൻഡ് ഹാഫിലെ തുടക്കത്തിൽ തന്നെ സ്കോർ ചെയ്തു. ആൻഡ് അത്
അപ്പോഴേക്കും കുറച്ചൊരു അണ്ടർ പ്രഷറായി എന്ന് എനിക്ക് തോന്നി ആഴ്സണൽ. പക്ഷെ പിന്നെ ആ ഒരു ഇതിൽ തന്നെ കളിച്ചു. എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് തോന്നുന്നു കീറൻ ടിയർണീനെ മാറ്റി ഒരു ചെറിയ ഫോർമേഷൻ ചേഞ്ച് നടത്തി അർട്ടറ്റ. ബാക്ക് 3 പോയി ഓൾമോസ്റ്റ്. ഗാബ്രിയൽ മാർട്ടിനെല്ലിയും ബുക്കായോ സോക്കയും വിങ് ബാക്സ് ആയിട്ട് ഒരു ബാക്ക് 3 സിസ്റ്റത്തിലേക്ക് പോയി. എൻകെറ്റിയനെ ഇറക്കി, ടിയർണീനെ മാറ്റിയിട്ട്. ആൻഡ് അപ്പോൾ കുറച്ചും കൂടി നമ്പേഴ്സ് അപ്പ് ഫ്രണ്ട്, മുന്നിലേക്ക് അറ്റാക്കിലേക്ക് കുറച്ചും കൂടി ആളെ കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നു ആ ഒരു പൊസിഷൻ, ഫോർമേഷൻ ചേഞ്ച്. ആൻഡ് അങ്ങനെ എൻകെറ്റിയ വന്നു, ജെസൂസ് ലെഫ്റ്റിലേക്ക് കളിച്ചു. എൻകെറ്റിയാണ് ആ സ്ട്രൈക്കർ പൊസിഷൻ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് പന്ത് റിസീവ് ചെയ്യുന്നതൊക്കെ കുറേ കൂടി ചെയ്തത്. പിന്നെ അപ്പോൾ അതിൽ അങ്ങനെ കളിച്ച് തുടങ്ങിയപ്പോൾ ഒരു പരിചയമില്ലായ്മയുടെ കുറവ് കണ്ടു. ഫുൾഹാം കുറച്ചും കൂടി ഒരു കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. കൺട്രോൾ ചെയ്തൊന്നുമല്ല, പക്ഷെ അവർ കുറച്ചും കൂടി ഗ്യാപ്സ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ തുടങ്ങി. ബാക്ക് ലൈനിൽ കുറച്ചും കൂടി പന്ത് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ തുടങ്ങി അവരും. നമ്മൾ ആ ഫോർമേഷൻ ചേഞ്ച് പെട്ടെന്ന് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ചെറിയൊരു ബുദ്ധിമുട്ട് കാണാൻ സാധിച്ചു. എന്നിരുന്നാലും അറ്റാക്ക് ചെയ്യാൻ തന്നെ ശ്രമിച്ചു. അത്യാവശ്യം നല്ല പാസിങ് മൂവ്മെൻ്റ് ഒക്കെ കാണാൻ സാധിച്ചു. അങ്ങനെ ഒരു മൂവിലാണ് സാക്ക ഹാഫ് സ്പേസിൽ പന്ത് റിസീവ് ചെയ്യുന്നു, ഓടിക്കയറി ഓഡഗാർഡിന് കൊടുക്കുന്നു, ഓഡഗാർഡിൻ്റെ ഷൂട്ട് ചെയ്യുന്നു. ഒരു ലക്കി ഡിഫ്ലക്ഷൻ 1-0. ആൻഡ് അതിൽ വല്ലാതെ ഗെയിം ചേഞ്ച് ചെയ്തു എന്ന് എനിക്ക് തോന്നി. ഫുൾഹാം പിന്നെയും കുറച്ചും കൂടി ഒന്ന് പന്ത് കീപ്പ് ചെയ്യാനൊക്കെ ശ്രമിച്ചെങ്കിലും കുറച്ച് നേരത്തേക്ക് അത് ഉണ്ടായി. 1-1 ആയി. പിന്നെ കുറച്ച് നേരത്തേക്കും കൂടി ഫുൾഹാമിൻ്റെ ഒരു പ്രഷർ ഉണ്ടായി എന്ന് എനിക്ക് തോന്നി. കാരണം ആ ഫോർമേഷൻ ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാൻ ആഴ്സണലിന് കുറച്ച് സമയം എടുത്തു. പക്ഷെ അതിനുശേഷം ഫുൾ ഓഫ് അറ്റാക്സ് തന്നെയായിരുന്നു. അറ്റാക്ക് ആഫ്റ്റർ അറ്റാക്ക്. എൻകെറ്റിയ നന്നായി കളിച്ചു, നല്ലൊരു എനർജി ബ്രിങ് ചെയ്തു, നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഗബ്രിയൽ ജീസസിന് ഒരു 1-2 നല്ല ചാൻസസ് ഉണ്ടായിരുന്നു. ലെനോ 1-2 നല്ല സേവ്സ് നടത്തി. പക്ഷെ അത് പിന്നെയും നല്ല പ്രഷർ കീപ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് വി വർ ക്രിയേറ്റിംഗ് ചാൻസസ്, നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ആ പ്രഷറിൽ ഫുൾഹാം ക്രാക്കായി. ആൻഡ് ഒരു കോർണറിന് എങ്ങനെയെന്നറിയില്ല, എങ്ങനെയൊക്കെയോ പന്ത് ഗബ്രിയലിന് വീണു. ആൻഡ് ആ മിസ്റ്റേക്കിൽ നിന്ന് ഗോള് കൺസീഡ് ചെയ്തതിനുള്ള പ്രായശ്ചിത്തം ഗബ്രിയൽ വീട്ടി ആ ഗോള് സ്കോർ ചെയ്തു. ഇറ്റ് വാസ് എൻ ഈസി ഗോൾ ടു സ്കോർ. പക്ഷെ അതൊരു പ്രായശ്ചിത്തമായി കാണാം. എന്തായാലും ഇനിയിപ്പോൾ ആ മിസ്റ്റേക്കിനെ കുറിച്ച് അധികം ആരും സംസാരിക്കില്ല, കാരണം കളി ജയിച്ചുകൊണ്ട്. പക്ഷേ സംടൈംസ് ഹി നീഡ്സ് ടു ബി മോർ കെയർഫുൾ, കുറച്ചും കൂടി കെയർഫുൾ ആവണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ തന്നെ പന്ത് കുറച്ചും കൂടി വല്ലാതെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ എന്തായാലും ആഴ്സണൽ ആ പ്രഷറിൽ അവസാനം ഫുൾഹാം താഴെ വീണു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ക്രാക്ക് ചെയ്തു. ആൻഡ് പിന്നെ ലാസ്റ്റ് അവർക്ക് ഒരു ചാൻസും കൂടി കിട്ടി. റാംസ്ഡെയിൽ സേവ് ചെയ്തു. റാംസ്ഡെയിലും അതിൻ്റെ ഇടയിൽ 1-2 നല്ല സേവ്സ് ഒക്കെ നടത്തി. സോ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് തന്നെ ആയിരുന്നു. ആ ഫ്ലൂയിഡിറ്റി കുറച്ച് മിസ്സിങ് ആയിരുന്നു. ആ ടീം 2 ചേഞ്ചസ് വന്നപ്പോൾ തന്നെ ആ 3 കളി കളിച്ച ഒരു ഫ്ലൂയിഡിറ്റി കുറച്ച് ഒരു മൊമെൻറ്റം ബിൽഡപ്പ് ചെയ്ത്, ഒരു സ്റ്റൈല് ബിൽഡപ്പ് ചെയ്ത് വരുന്നത് കുറച്ചൊന്ന് മിസ്സായി തോന്നി എനിക്ക്. കാരണം ഒബ്വിയസ്ലി സിൻചെങ്കോ മിഡ്ഫീൽഡിലേക്ക് വന്ന് കളിക്കുമ്പോഴുള്ള സിൻചെങ്കോൻ്റെ കഴിവ് ഓൺ ദ ബോൾ, എത്ര കമ്പോസ്ഡ് ആണ്, എത്ര നല്ല പാസ് പിക്ക് ചെയ്യാൻ, ലൈൻ ബ്രേക്ക് ചെയ്ത് പാസ് കൊടുക്കാൻ അദ്ദേഹം എത്ര കേപ്പബിൾ ആണ്. അത്രത്തോളം ഒബ്വിയസ്ലി ജാക്കയും അല്ലെങ്കിൽ കിയറൻ ടിയർണി മിഡ്ഫീൽഡിലേക്ക് വന്നപ്പോഴും അത്ര കേപ്പബിൾ ആയിരുന്നില്ല. എന്നിരുന്നാൽ കൂടി നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. ആൻഡ് 3 points അത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും നന്നായി പൊരുതി ഫോർ ടിൽ ദ എൻഡ്. ആൻഡ് എന്തായാലും നെക്സ്റ്റ് ഗെയിം ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. ബൈ.